സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം ഇന്നു മുതൽ കടുത്ത പ്രതിസന്ധിയിലാകും. അനിശ്ചിതകാല OP ബഹിഷ്കരണ സമരത്തിനൊപ്പം ഇന്നു മുതൽ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തിവെക്കും. സെക്രട്ടേറിയറ്റിന് മുൻപിൽ KGM-CTA ഇന്ന് ധർണ നടക്കുന്നുണ്ട്. സീനിയർ ഡോക്ടർമാർക്ക് പിന്തുണയുമായി PG വിദ്യാർത്ഥികളും പണിമുടക്കും. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും രാകേഷ് കൂടി ചേരുകയാണ്. രാകേഷ്, വലിയ പ്രതിസന്ധിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. ഇന്ന് അത് കൂടുതൽ കടുപ്പിക്കുകയാണല്ലോ. ഡോക്ടർമാർ എന്തെങ്കിലും സമവായം ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടോ? അശ്വതി, ഇനി സമവായം ഉണ്ടായില്ലെങ്കിൽ അത് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ തന്നെ കാര്യമായി ബാധിക്കുമെന്നുള്ള തരത്തിലേക്ക് വിഷയം വളർന്നിട്ടുണ്ട്. ഏകദേശം 4 ദിവസത്തോളമായി KGM-CTA നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരം നടക്കുകയാണ്. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, DA കുടിശ്ശിക നൽകുക, ഒപ്പം തന്നെ വിവിധ തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഡോക്ടർമാരുടെ ഈ തസ്തികകളെല്ലാം തന്നെ നികത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം ആരംഭിച്ചിട്ടുള്ളത്. ഇന്നു മുതൽ ഇപ്പോൾ അടിയന്തര ശസ്ത്രക്രിയ തിയേറ്റർ ഒഴികെയുള്ള ശസ്ത്രക്രിയ തിയേറ്ററുകളും നിലയ്ക്കുന്ന രീതിയിലേക്ക് സമരം വ്യാപിക്കും. ഒപ്പം തന്നെ മറ്റ് ചികിത്സകളും എല്ലാം തന്നെ നിർത്തിവെക്കുന്ന രൂപത്തിലേക്ക് സമരം വ്യാപിക്കും എന്നുള്ളതാണ്. PG ഡോക്ടർമാർ കൂടെ ഈ സമരത്തിന് പിന്തുണയുമായി, അല്ലെങ്കിൽ അവർക്ക് ജോലി ഭാരം ഏറുന്നുണ്ട്, അതുകൊണ്ട് OP ഉൾപ്പെടെ ബഹിഷ്കരിക്കുമെന്നുള്ളൊരു തീരുമാനം ഇന്നലെ അറിയിച്ചിരുന്നു. എന്നാൽ ഇന്നലെ വൈകിയ വേളയിൽ ഇത് പിൻവലിക്കുകയായിരുന്നു. അത്തരമൊരു സാഹചര്യം കൂടെ മുന്നിൽ വരികയായിരുന്നെങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക്, രോഗികളെ ദുരിതത്തിലാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ള അവസ്ഥയാണ് നിലവിലുള്ളത്. ഏകദേശം ശരാശരി 80ഓളം ശസ്ത്രക്രിയകളാണ് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ വിവിധ വിഭാഗങ്ങളിലായി നടക്കാറുള്ളത്. അത്തരത്തിലുള്ള ശസ്ത്രക്രിയകളൊക്കെ തന്നെ മുടങ്ങുന്നതോടെ രോഗികൾക്ക് മറ്റ് ദിവസങ്ങളിലേക്ക് ശസ്ത്രക്രിയകൾ മാറിപ്പോകുന്ന സാഹചര്യമുണ്ടാകും. ഇതെല്ലാം തന്നെ സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾക്കിടയാക്കും. ഇപ്പോൾ തന്നെ OPയിലെത്തുന്ന മുഴുവൻ രോഗികളെയും PG ഡോക്ടർമാർക്ക് പരിശോധിക്കാനാകാത്ത സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇന്നും നാളെയും എല്ലാമായി രാകേഷ് ദയവായി തുടരുക. ഇപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തോടൊപ്പം ഡോക്ടർ SS ലാൽ ചേരുന്നു. അദ്ദേഹം ആരോഗ്യ വിദഗ്ധനാണ്. ശ്രീ ഡോക്ടർ SS ലാൽ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നിപ്പോൾ ഡോക്ടർമാരുടെ സമരം കൂടുതൽ കടുപ്പത്തിലേക്ക് പോകുകയാണ്. താങ്കൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒപ്പം ഈ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളൊക്കെ നിർത്തിവെക്കുമെന്ന് കടുത്ത തീരുമാനത്തിലേക്ക് കടക്കുകയാണ്. ഒപ്പം KGM-CTA ധർണയൊക്കെ നടക്കുന്നു. അവരുടെ ആവശ്യങ്ങളൊക്കെ ന്യായമാണോ? ഇതുകൊണ്ടൊക്കെ വലയുന്നത് രോഗികളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ഈ മെഡിക്കൽ രംഗത്ത് സമരം ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടുന്ന രോഗികളാണ്, പാവപ്പെട്ട രോഗികളാണ്. അത് യാതൊരു സംശയവുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഒരു സർക്കാരും മെഡിക്കൽ രംഗത്ത് സമരം ഉണ്ടാകാൻ അനുവദിക്കില്ല. ഇപ്പൊ ഒരു സുപ്രഭാതത്തിലുള്ള മിന്നൽ പണിമുടക്കല്ല, മാസങ്ങളായി വർഷങ്ങളായി ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അത് പരിഹരിച്ചു കൊടുക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമര മുന്നറിയിപ്പാണ്, അല്ലെങ്കിൽ സമരത്തിലേക്ക് കടക്കുമെന്ന് പൂർണ്ണമായും കടക്കുമെന്നുള്ള KGM-CTA അറിയിപ്പാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ചെറിയ ചെറിയ സമര പരിപാടികൾ നടക്കുകയാണ്, ധർണയൊക്കെ. അപ്പൊ അതൊരു സർക്കാരിന്റെ പരാജയമാണ്. അതിപ്പോ അധ്യാപകർ മാത്രമല്ല, ആരോഗ്യരംഗത്ത് പലരും സമരത്തിലാണ്. ആശാവർക്കർമാർ തുടങ്ങി, പിന്നെ ആരോഗ്യ വകുപ്പിലെ സമരം, നമ്മുടെ ആരോഗ്യ വകുപ്പിലെ ഡോക്ടർമാരുണ്ട്, പിന്നെ മെഡിക്കൽ കോളേജ്, എല്ലായിടത്തും ഈ സമരം എത്തുന്നത് അതൊരു ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിലെ വൈകല്യങ്ങളാണ് കാണിക്കുന്നത്. അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ വളരെ പ്രധാനമാണ്, അത് രോഗികളെയും കൂടെ ബാധിക്കുന്നതാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജുകൾ, പുതിയ മെഡിക്കൽ കോളേജിൽ വരുമ്പോൾ, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിൽ മെഡിക്കൽ കൗൺസിലിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ പരിശോധനയ്ക്കൊക്കെ വരുമ്പോഴത്തേക്ക് തസ്തികകളില്ലാത്തതുകൊണ്ട് ഒരു മെഡിക്കൽ കോളേജിലുള്ള കുറെ പേരെ അടുത്ത സ്ഥലത്തേക്ക് അങ്ങ് തൽക്കാലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അവിടെ ആൾമാറാട്ടത്തിന് വിടുക, ഇത്തരം കാര്യങ്ങളൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഒരു ലജ്ജാകരമാണ്, നമുക്ക് പുറത്തു പറയാൻ നടക്കുകയാണ്. അപ്പൊ ഈ മെഡിക്കൽ കോളേജിൽ സ്ഥിരമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരെ ഒരു സുപ്രഭാതത്തിൽ വേറെ എവിടേക്കെങ്കിലും പറിച്ചു നേടുക. അപ്പൊ അത് രണ്ടു തരത്തിലാണ് ബാധിക്കുക. രോഗികളെയും ബാധിക്കുക, മെഡിക്കൽ വിദ്യാഭ്യാസത്തിനെയും ബാധിക്കും. ഇതുപോലത്തെ വലിയ വിഷയങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ, ഞാൻ പഠിച്ച കോളേജും കൂടിയാണ്. അപ്പോൾ കോവിഡ് സമയത്ത് 1200 പുതിയ സ്റ്റാഫിനെ വേണമെന്ന് അവിടുത്തെ സൂപ്രണ്ടുമാരൊക്കെ പറഞ്ഞിട്ട് ഒരാളെ പോയി നിയമിച്ചില്ല. മെഡിക്കൽ കോളേജിലെ നിയമനം വലിയ പ്രശ്നമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ 700 കാർഡിയോളജി രോഗികളൊക്കെ ഒരു ദിവസം വരാറ്. ചിലപ്പോൾ 1-2 പേര് ഡോക്ടർമാർ ഒറ്റയ്ക്കാണ് നോക്കുന്നത്. മെഡിക്കൽ കോളേജ് ചെന്ന് കഴിഞ്ഞാൽ പല സർക്കാർ ആശുപത്രികളിൽ ഇതുപോലെ തന്നെയാണ്, വലിയ രോഗികളുടെ വലിയ തിരക്കാണ്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രികളായ സെന്റേഴ്സ് ഓഫ് എക്സലൻസ് ആയിരിക്കേണ്ട ആശുപത്രികളിൽ ഒരു കട്ടിൽ 2 പേര് കിടക്കുക രോഗികൾ, താഴെയും പിന്നെ ഒരു കട്ടിൽ 3-4 പേരാണ്. ഇത്തരം
പ്രശ്നങ്ങളാണ് ഈ KGMCT ഉന്നയിക്കുന്നത്. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഉദാഹരണത്തിന് ഞാൻ പറയാം. എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന കോളേജായിരുന്നു. ഒരു വർഷം 250 വിദ്യാർത്ഥികളെയാണ് പ്രവേശിപ്പിക്കുന്നത്. 250 എന്തിനാണ് ആക്കിയെന്ന് ആർക്കും അറിഞ്ഞുകൂടെ. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ 200 ഈ 200 പേർക്ക് ഇരിക്കാനുള്ള ഒരു ക്ലാസ് റൂം അന്നും ഇല്ല, ഇന്നും ഇല്ല. 200 പേരായിരുന്നപ്പോൾ. ഇപ്പൊ 250 പേരാണ്. അന്ന് തന്നെ 200 പേരൊക്കെ ഉള്ളപ്പോൾ ഞങ്ങളുടെ സമയത്ത് ഞങ്ങൾ പലരും ശകലം താമസിച്ചു വന്നു കഴിഞ്ഞാൽ തറയിലായി പോകും, ഇരിക്കാൻ ബെഞ്ചില്ല. ഇപ്പൊ 250 ആക്കുക എന്ന് പറഞ്ഞാൽ 10-70 പേര് വിദ്യാർത്ഥികൾ വേറെ എവിടെയും തറയിലിരിക്കും നിന്ന് പഠിക്കുക വേണം. 250 വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു മെഡിക്കൽ കോളേജിൽ 300 പേർക്ക് ഇരിക്കാവുന്ന 6 ക്ലാസ് റൂം വേണമെന്നാണ്. ഒറ്റ ക്ലാസ് റൂം പോലും ഇല്ല. എന്താണ് ഈ സർക്കാർ ചെയ്തത്? എല്ലാം നമ്പർ വൺ എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നതല്ലാതെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ പോലും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല. മെഡിക്കൽ വിദ്യാർത്ഥികളായി ഇവിടുന്ന് പഠിച്ചു പോയ അലുമിനി അസോസിയേഷന്റെ ആൾക്കാരൊക്കെയാണ് പല അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ സർക്കാർ എന്താണ് ചെയ്യുന്നത്? അതുപോലെ ഒരു മിന്നൽ പണി കൂടെ കല്ലല്ല, കുറെ ദിവസങ്ങളായിട്ട്. അത് മാത്രമല്ല, സർക്കാരിനോട് ആഭിമുഖ്യമുള്ള പലരും ഉണ്ട് ഈ സംഘടനകളിലൊക്കെ തന്നെ. നിവൃത്തിയില്ലാതെയാണ് അവർ സമരത്തിലേക്ക് പോകുന്നത്. അപ്പൊ അത് ഇതുപോലത്തെ ഒരുപാട് വിഷയങ്ങൾ. ഇപ്പൊ എൻട്രി കേടല്ലേ, ഈ തുടക്കക്കാരായ ഡോക്ടർമാരുടെ ശമ്പളത്തിന്റെ പ്രശ്നമുണ്ട്, അത് കുറവാണ്. അവരുടെ DA വിഷയങ്ങളുണ്ട്. നമുക്ക് ഈ നാട്ടിൽ നിർത്തണ്ടേ മനുഷ്യരെ, ഡോക്ടർമാരെ? മറ്റു രാജ്യങ്ങളിൽ പോയാൽ, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയാൽ സാമ്പത്തികമായിട്ട് വലിയ മെച്ചമുണ്ട്. അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ നാടിനെ സേവിക്കാനായിട്ട് നിൽക്കുന്ന ഡോക്ടർമാരെ ഇവിടെ തന്നെ തുടർന്ന് നിർത്താൻ സർക്കാർ ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ അതിന് അവരുടെ വിഷയങ്ങൾ കേട്ടുകൊടുക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ഡോക്ടർമാരെ സമരം നടക്കാൻ പാടില്ല. ഒരു നാട്ടിൽ നടക്കാൻ പാടില്ല. ഡോക്ടർ, പോലീസ്, പട്ട, ഇങ്ങനത്തെ ചില വിഭാഗങ്ങൾ സമരം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അവർ സമരത്തിന് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ ഈ ഗവൺമെന്റിനെ മറിക്കാൻ വേണ്ടിയിട്ട് അല്ലല്ലോ. അവരുടെ ആവശ്യങ്ങളുണ്ട്. ആവശ്യങ്ങൾ എന്തുകൊണ്ട് പരിഹരിക്കുന്നില്ല സർക്കാർ? അപ്പൊ ഇതാണ് സംസാരിക്കേണ്ടത്. തീർച്ചയായും അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് പറയുമ്പോഴും സംസ്ഥാനം കടുത്ത അനിശ്ചിതത്വത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളതാണ്. എന്തായാലും വളരെയധികം നന്ദി ശ്രീ ഡോക്ടർ SS ലാൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. വീണ്ടും രാകേഷിലേക്ക് ഒരിക്കൽ കൂടി പോകുകയാണ്. രാകേഷ്, ഈ ഡോക്ടർ SS ലാൽ സൂചിപ്പിച്ച പോലെ തന്നെ നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് മേനി പറയുമ്പോഴും കടുത്ത പ്രതിസന്ധിയിലേക്ക് കടക്കുകയാണ് സംസ്ഥാനം എന്നുള്ളതാണ്. പാവപ്പെട്ട രോഗികൾ വലയുന്നു എന്ന് തന്നെയാണ് ഡോക്ടർ SS ലാലും പറഞ്ഞു വെക്കുന്നത്. രാകേഷ്, തീർച്ചയായും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. പ്രാഥമികമായി ജനങ്ങൾക്ക് കിട്ടേണ്ടുന്ന ഒന്നാണ് ചികിത്സ എന്ന് പറയുന്നത്. അത് മുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് ഒരു സർക്കാരിൻ്റെ പ്രവർത്തനം മാറരുത് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് അദ്ദേഹം സൂചിപ്പിച്ച വളരെ ഗൗരവമേറിയ ഒരു കാര്യം എന്ന് പറയുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയുടെ ഭാവി സംബന്ധിച്ചാണ്. അതായത് ഇവിടെ നിന്നും പഠിച്ചിറങ്ങുന്ന ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള ഡോക്ടർമാരാണ് നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ സമ്പത്ത് എന്ന് പറയുന്നത്. ആ സമ്പത്തിന് ഇപ്പോൾ തന്നെ മികച്ച ഡോക്ടർമാരെ അധ്യാപകരായി നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അവർക്ക് അത്തരത്തിലുള്ള പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത്തരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടില്ലെങ്കിൽ അത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ ഭാവിയെ കൂടെയാണ് ബാധിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ന്യായമാണ്. അതിനെ ഇനി എങ്ങനെയാണ് സർക്കാർ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. അതല്ലെങ്കിൽ അത് ജനങ്ങളെയും ഒപ്പം തന്നെ സർക്കാരിനെയും ഒക്കെ തന്നെ മോശമാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളതാണ് അശ്വതി നമ്മൾ കാണുന്നത്.